ഇന്നൊരു കല്യാണ വിശേഷമായാലോ. കൊരട്ടിൽ ആമിറാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജുവാന്റെയും അർച്ചനയുടെയും കല്യാണമായിരുന്നു ഏപ്രിൽ 29-ന്. രാത്രിയായിരുന്നു ഫംഗ്ഷൻ. ഞങ്ങളെത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി. അവിടുത്തെ ആംബിയൻസും ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോവാൻ. 3-4 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയി. പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പൈനാപ്പിൾ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഫാമിലി അവിടേക്ക് എത്തി. എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, പേപ്പൻ, മേമ, ആൻറ്റി, പിന്നെ കസിൻസൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കാണ്. ഞങ്ങളോട് വേഗം ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം പോയി. അവർക്ക് തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങി. ഹാളിന്റെ ഒരേ മൂലയിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു ബിഗ് സ്ക്രീൻ എടുക്കുന്നുണ്ടായിരുന്നു. ചെറുക്കൻ്റെയും പെണ്ണിന്റെയും ഫോട്ടോസൊക്കെ അങ്ങനെ അതിൽ കാണിക്കണ്ടായിരുന്നു. അവരുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസും കല്യാണത്തിന്റെ ലൈവ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിക്കണ്ടായിരുന്നു. അടിപൊളി ആംബിയൻസും സൂപ്പർ സെറ്റിംഗ്സ് ആയിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. സ്റ്റേജില് പിള്ളേർ സെറ്റ് തകർത്ത ആടായിരുന്നു. ചെറുക്കന്റെ കൂട്ടരാണോ പെണ്ണിന്റെ കൂട്ടരാണോ എന്നറിയില്ല. ചാടിക്കളിക്കട കുഞ്ഞിപ്പുഴു എന്നുള്ള മട്ടില് ചാടി കളിക്കായിരുന്നു. ക്യാമറമാനും അതിന്റെ ഒപ്പം ചാടി കളിക്കണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് നീങ്ങി. ഫുഡ് അടിക്കാതെ എന്ത് കല്യാണം അല്ലേ? അപ്പോഴാണ് ആലോചിച്ചത്, വയറ്റില് കുറച്ച് ചക്കയും കുറച്ച് മാങ്ങയുണ്ട്, എന്ത് ഫുഡ് കഴിക്കാനാ. പിന്നെ ഈ കല്യാണത്തിന് വന്നിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് ഒക്കെ തപ്പിപ്പിടിച്ചെടുത്തു. ഒരു നാനും താറാവ് കറിയും പിന്നെ 2 പീസ് ചിക്കൻ 65 എടുത്തു. അപ്പോഴേക്കും വയറ് ഏകദേശം ഫില്ലായി. പിന്നെ ദം ബിരിയാണിയുടെ ഒരു പ്ലേറ്റ് അവിടെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ദം ബിരിയാണിയും കഴിച്ചു. പിന്നെതാ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമും. ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. പിന്നെ ഒരുപാട് റിലേറ്റീവ്സിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. കുറെ നാളായിട്ട് കാണല്ലേ. എല്ലാവരുമായിട്ടും വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പകുതി സീറ്റുകൾ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിയായി തുടങ്ങി. ഞങ്ങൾ നേരെ ചെറുക്കൻ്റെയും പെണ്ണിന്റെയും അടുത്തേക്ക് തന്നെ പോയി. അവരെ വിശാലമായി ഒന്ന് കണ്ടു. ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. ഭയങ്കര മടിയാണ് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാനായിട്ട്. സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ഫോട്ടോസ് എടുക്കാനോ മടിയില്ല. പക്ഷെ സ്റ്റേജിൽ കയറി എടുക്കാൻ അപാര മടിയാ. കുറച്ചു നേരം അവരങ്ങനെ നോക്കി നിന്ന് ആ സോഫയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നല്ല കൂളായിട്ട് അവിടെ ഇരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും 3-4 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ബൈ ബൈ.